இந்த 18 வருஷமாக நான் கஷ்டப்பட்டேன். ஊருக்கு போக முடியாமல் இந்தியாவுக்கு வரப்போகிறேன். 18 வருഷം கழிச்சு நான் இந்தியாவுக்கு வரப்போகிறேன். കൃത്യം 18 വർഷങ്ങൾക്ക് മുൻപാണ് ചെന്നൈ മയിലാടുംതുറൈ സ്വദേശിനി ഹസർനിഷ വീട്ടുജോലിക്കായി ഒമാനിലെത്തുന്നത്. സുഹാറിലെ ഉൾഗ്രാമത്തിൽ വീട്ടുജോലി ചെയ്തിരുന്ന ഹസർനിഷയ്ക്ക് അന്ന് 40 റിയാൽ മാത്രമേ ശമ്പളമുണ്ടായിരുന്നുള്ളൂ. ആദ്യ 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു തവണ നാട്ടിൽ പോയി വന്നു. തിരിച്ചു വന്നപ്പോഴാണ് ഹസർനിഷ ആ ദുരന്ത വാർത്ത കേൾക്കുന്നത്. ജോലി ചെയ്തിരുന്ന സ്വദേശിയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായി. സാധന സാമഗ്രികൾക്കൊപ്പം ഇവരുടെ പാസ്പോർട്ടും റെസിഡന്റ് കാർഡും നഷ്ടപ്പെട്ടിരുന്നു. അതിനിടെ ദുരിതത്തിലായ സ്വദേശിക്ക് പിന്നീട് വീട്ടുജോലിക്കാരിയുടെ ചെലവ് താങ്ങാനായില്ല. തുടർന്ന് ഹസർനിഷയെ ഇവർ ജോലിയിൽ നിന്നും പുറത്താക്കി. പാസ്പോർട്ടില്ലാതെ നാട്ടിലേക്ക് പോകാൻ കഴിയാതെ വന്ന ഇവർ സഹായത്തിനായി ഇന്ത്യൻ എംബസിയെ സമീപിക്കുകയായിരുന്നു. പാസ്പോർട്ടിന്റെ ഒരു കോപ്പി പോലും ഇവരുടെ കൈവശമുണ്ടായിരുന്നില്ല. പാസ്പോർട്ട് വിവരങ്ങൾ ലഭിക്കാതെ വന്നതോടെ എംബസി അധികൃതരും നിസ്സഹായതയെ അറിയിച്ചു. ഭർത്താവ് വാഹനാപകടത്തിൽ മരിച്ചതും ഹസർനിഷയ്ക്ക് തീരാ നോവായി. ഭർത്താവിന്റെ മൃതദേഹം കാണാൻ നാട്ടിൽ പോവാനാവാതെ അവർ ഒമാനിൽ കുടുങ്ങി. പല വീടുകളിൽ വീട്ടുജോലികൾ ചെയ്തു. അതോടൊപ്പം പല വഴിയിലും രേഖകൾ തരപ്പെടുത്താനും നാട്ടിലേക്ക് പോകാനും ശ്രമിച്ചു. പഴയ റേഷൻ കാർഡിൽ പേരുള്ളതല്ലാതെ മറ്റൊരു തിരിച്ചറിയൽ രേഖയുണ്ടായിരുന്നില്ല. കടൽക്ഷോഭത്തിൽ ഇവരുടെ വീട് തകർന്നപ്പോൾ മറ്റു രേഖകളും നഷ്ടപ്പെട്ടു. ഇപ്പോൾ വാടക വീട്ടിലാണ് ഇവരുടെ കുടുംബം കഴിയുന്നത്. 2 മക്കളാണ് ഹസർനിഷയ്ക്കുള്ളത്. 27 വയസ്സുള്ള മൂത്ത മകളുടെ വിവാഹത്തിലും പങ്കെടുക്കാനായില്ല. 26 വയസ്സുള്ള മകൻ കൂലിപ്പണി ചെയ്താണ് കുടുംബം പുലർത്തുന്നത്. രോഗിയായ അമ്മയെ മരിക്കുന്നതിന് മുൻപ് കാണണമെന്നും നാട്ടിൽ പോകണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. അതിനായി പാസ്പോർട്ട് നേടാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ പൗരയാണെന്ന് തെളിയിക്കുന്ന രേഖകളില്ലാത്തത് വിഘാതമായി. ഒരു നിയോഗം പോലെയാണ് മസ്കത്ത് റൂവി KMCCയുടെ സഹായം ഇവർക്ക് ലഭിക്കുന്നത്. ഇന്ത്യൻ നാഷണാലിറ്റി ആണെന്ന് തെളിയിക്കേണ്ട ഒരു രേഖയും സഹോദരൻ്റെ അടുത്തുണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ലപോലെ കഷ്ടപ്പെട്ടു. എംബസി ഓഫീസറും ഗവൺമെൻറ് ROPയുടെ സഹായത്തോടെയും ലേബറിൻ്റെയും എല്ലാവരുടെയും സഹായത്തോടെ ഗുൽസാർ ഹസർനിഷ നാടയണങ്ങിയാണ്. ഇവരുടെ മകൻ തമിഴ്നാട്ടിലെ ജനപ്രതിനിധികളുടെയും മഹലിൻ്റെയും കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതരുടെയും അടുക്കൽ നിരവധി തവണ കയറിയിറങ്ങി. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കൂടി വിഷയത്തിൽ ഇടപെട്ടതോടെ ഹസർനിഷയ്ക്ക് വേഗത്തിൽ എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭിച്ചു. റൂവി KMCC ഭാരവാഹികൾ ചേർന്ന് ഹസർനിഷയ്ക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് കൈമാറി. തുടർ നടപടികൾ പൂർത്തിയാക്കി ഹസർനിഷ ഉടൻ തന്നെ നാട്ടിലേക്ക് പ്രിയപ്പെട്ടവരുടെ അടുക്കിലേക്കെത്തും.